ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്ന കോഴിക്കോട് പോഴികാവിൽ വീണ്ടും പ്രതിഷേധം. മണ്ണുമായി പോകുന്ന ലോറികൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണ്ണ് നീക്കം തടഞ്ഞ ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷീറിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എ കെ അഭിലാഷുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, എത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്? ഈ മണ്ണ് നീക്കത്തിനെതിരെ നേരത്തെയും വലിയ പ്രതിഷേധം നടന്നതാണ്. ആര്യ, തീർച്ചയായിട്ടും പോഴിക്കാവ് കുന്നിൽ ദേശീയപാതയ്ക്കായി മണ്ണ് നീക്കം ചെയ്തത് അശാസ്ത്രീയമാണ് എന്നുള്ള ആരോപണമാണ് ജനങ്ങൾ ഉന്നയിച്ചത്. അതിനുശേഷം ഇവിടെ സർവേ നടത്തി, അതായത് ജിയോളജിക്കൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ നടത്താൻ കലക്ടർ നിർദ്ദേശിച്ചു. ആ സർവേയിലും പറയുന്നത് അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇവിടെ മണ്ണ് നീക്കം ചെയ്തത് എന്നുള്ള കാര്യം അവർ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു അവർ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഏതാണ്ട് 25ഓളം മീറ്റർ ഉയരത്തിലാണ് ആ ഭാഗം കാണുന്നത്. ആ ഭാഗത്ത് നിന്ന് ഏതാണ്ട് താഴെ വരെ ഒരേ തൂക്കത്തിലായിരുന്നു അന്ന് മണ്ണെടുത്തത്. ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ മണ്ണ് നീക്കം ചെയ്ത്, അതായത് തട്ടാക്കി താക്കായിട്ട് മണ്ണ് നീക്കം ചെയ്ത് അവിടെ സുരക്ഷ ഉറപ്പ് വരുത്തണമേ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടറുടെയും അതോടൊപ്പം തന്നെ ഈ ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായത്. അതിനുശേഷം ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് താക്കായി നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്, ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്, ഞങ്ങളുടെ സുരക്ഷാ ഭീഷണി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് നേരത്തെ തന്നിരുന്ന വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് നീക്കം പുനരാരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ മണ്ണ് നീക്കത്തിലുള്ള വാഹനങ്ങൾ നിരയായി വരുന്നുണ്ട്. വാഗാട് കമ്പനിയുടെ വാഹനങ്ങളാണ്. ഇപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് മറ്റൊരു വാഹനം കൂടി വരുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗത്തേക്ക് വന്നത്. ഇത് പ്രധാനമായും നേരത്തെ 15-ാം തീയതി വരെ, അടുത്ത 15-ാം തീയതിയിലേക്ക് കോടതി ഈ കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായി തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും നാളെയും മറ്റന്നാളും അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വാഗാട് കമ്പനി ഈ മണ്ണ് നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതാണ്ട് 100ഓളം പോലീസുകാരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തത്. ഏതായാലും ഇപ്പോൾ നീക്കം ചെയ്യുന്ന ഈ മണ്ണുമായി പോകുന്ന ലോറികൾ ഈ വനിതകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരൊക്കെ ചേർന്നുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പലവട്ടം ഇപ്പോൾ തടയുകയും ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ശേഷമാണ് ഇപ്പോൾ ഈ വാഹനം വീണ്ടും ഈ കുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഏതാണ്ട് 24,500 മെട്രിക് ടൺ മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട് എന്നാണ് ഇപ്പോൾ തഹസിൽദാർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. അത് അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ മണ്ണ് നീക്കം ചെയ്യും. അല്ലെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പോൾ ഇടിച്ചിട്ട മണ്ണാണ്. ആ മണ്ണ് ഒഴുകി താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ കൂടി മുൻകരുതൽ ആക്കിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തതെന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പോഴിക്കാവിൽ മണ്ണെടുക്കുന്നതിനെതിരെയാണ് ജനകീയ സമിതിയുടെ പ്രതിഷേധം. എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.